കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെയും സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ എസ് പ്രശോഭൻ സ്മാരക ക്വിസ് മത്സരവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ക്ഷേത്രം ട്രസ്റ്റ് മുൻ സെക്രട്ടറി പാരിപ്പള്ളി കളത്തറ വീട്ടിൽ എസ് പ്രശോഭന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൂലൈ 11 സമുദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ പൊതുവിജ്ഞാന ക്വിസ് മത്സരത്തിൽ പ്രദേശത്തെ 10 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന എസ് പ്രശോഭൻ പ്രതിഭാ പുരസ്കാര സമർപ്പണവും സ്നേഹാദരവ് സമർപ്പണവും പ്രശസ്ത കവി ഡോക്ടർ തോട്ടം ഭുവനേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പ്രശോഭൻ സാറിനെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അദ്ദേഹം ഈ മരണം വരെയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനും അദ്ദേഹം തങ്ങളിലുള്ള ബന്ധം ഒരു 4 നൂറ്റാണ്ടിൻ്റെ തീർത്താൽ തീരാത്ത ഒരു ബന്ധമായിരുന്നു. വെറുതെ അഴകുള്ള വാക്കുകൾ കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ബന്ധമല്ല. ഒരു സഹോദരൻ, ഒരു നല്ല സുഹൃത്ത്. വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, അദ്ദേഹം പങ്കെടുക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുമായി എല്ലാം ഞങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ശ്രീ പ്രകാശ് സാറും പ്രസേനൻ സാറും മറ്റ് കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഇടങ്ങളിലെല്ലാം തന്നെ വളരെ സൗമ്യതയുടെ സ്നിഗ്ധഗന്ധത്തോടുകൂടി യാതൊരു ബഹളങ്ങളുമില്ലാതെ എല്ലാം തന്നിലേക്ക് ഒതുക്കി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം തന്നെ അതായിരിക്കാം. കാരണം ഒന്നും ആരോടും വെട്ടിത്തുറന്ന് പറയാതെ, എന്നോട് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആരോടും അങ്ങനെ വെട്ടിത്തുറന്ന് പറയാതെ എല്ലാം തന്നിലൊതുക്കി, എല്ലാം സഹിച്ച് ആത്മസംഘർഷം അതൊരുപാട് അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ KSRTCയിലുള്ളപ്പോഴും ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോഴും മറ്റ് പൊതുകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോഴും ഒക്കെ തന്നെ സ്വയം മറന്നുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണമേ എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന ആശാനത് നളിനിയിൽ പറഞ്ഞു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്? ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ. ശ്രേഷ്ഠരായ ആളുകൾ അധികകാലം കാണില്ല, അവർ കുറച്ചു കാലം കണ്ടാൽ മതി. ആ സമയം കൊണ്ട് അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അദ്ദേഹം ചെയ്തിട്ട് പോയി. അപ്പോൾ കൊടുമൂട്ടിൽ ക്ഷേത്രം ട്രസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിലെ മഹത്തായ ക്ഷേത്ര സ്ഥാപനം. പിന്നെ അദ്ദേഹം എവിടെയെല്ലാം തൊട്ടു അധ്യാപന കലയിൽ ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു. KSRTC യൂണിയൻ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെയായിരുന്നു. ആ സൗമ്യ സുഗന്ധം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അത് ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് റുവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഈ ഒരു ദിവസം നമ്മളിവിടെ ഒത്തുകൂടുന്നത്. ഈ വർഷം മറ്റൊരു പുതിയ പരിപാടി കൂടി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശങ്ങളിലെ നമ്മുടെ കുട്ടികളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട്, കാരണം അറിവിൻ്റെ ആലയങ്ങളിലേക്ക് കൊച്ചു കുട്ടികൾ എത്തണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം മരിക്കുന്നതിനേറെ കാലങ്ങൾക്ക് മുമ്പാണ് കൊടിമൂട്ടിൽ ക്ഷേത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് കൊടിമൂട്ടിൽ അമ്മ സാംസ്കാരിക സാഹിത്യ പുരസ്കാരം, അത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്ത ഒരു കാര്യമാണിപ്പോൾ 2 വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യമാണ് ഇത് വളരെ ഭംഗിയായി ഏറ്റെടുക്കാൻ റുവൽ സിംഗും ഇതിൻ്റെ സംഘാടക സമിതിയും തയ്യാറായതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ ഒരുപാട് വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ അലങ്കരിക്കേണ്ട കാര്യമില്ല. മരണം വരെയും പ്രവർത്തന നിരതനായിരുന്നു. ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കെ തന്നെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ വ്യാപൃതനായിരിക്കെ തന്നെ അദ്ദേഹം അതിനോട് അലിഞ്ഞു ചേരുകയാണ് ചെയ്തത്. ആശാൻ ലീലയുടെ അവസാനം പറയുന്നുണ്ട്, ആരും തോഴി ഉലകിൽ മറയുന്നതില്ല, ദേഹം വെടിഞ്ഞാൽ തീരുന്നതല്ല ഈ ദേഹിതൻ ദേഹബന്ധം. മരണത്തിന് ശേഷം പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിൽ കാണാൻ പറ്റില്ല, പിന്നെ സ്വപ്നത്തിലേ കാണാൻ കഴിയും. ഇന്നലെ പോലും ഞാൻ കണ്ടു. അതെൻ്റെ ഒരു സ്വകാര്യതയുടെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ജീവിച്ചിരുന്നാലും നമ്മൾ കാണാറില്ല ആരെയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലില്ല. അടുത്തിരുന്നാൽ പോലും കാണില്ല. അച്ഛൻ അടുത്തിരുന്നുണ്ട്, തൊട്ട് കാര്യം പറയില്ല, മെസ്സേജ് അയക്കും അച്ഛന്. അപ്പം മെസ്സേജുകളുടെ ഈ കാലത്ത് അതീതമായൊരു ലോകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നു, എനിക്ക് വളരെ ഉറപ്പാണ്. ഈ സഹോദരങ്ങളിലൂടെ, ആ കുടുംബാംഗങ്ങളിലൂടെ അദ്ദേഹം ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിനയവാനായ ആ മഹത് വ്യക്തിത്വത്തിന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ
ആദരവിൻ്റെ അഞ്ജലി അർപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇവിടെ നമുക്ക് വീണ്ടും ഓർക്കാൻ കഴിഞ്ഞതിനൊരു അവസരം ഒരുക്കി തന്ന റൂവൽ സിംഗിനോടും സംഘാടക സമിതിയോടും എല്ലാം ഇതിൻ്റെ മുഴുവൻ പ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടു കൂടി ഈ അനുസ്മരണ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. പ്രണാമം. പൊതുവിജ്ഞാന ക്വിസ് മത്സരത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരവൂർ, 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തന്നൂർ, 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂതക്കുളം എന്നിവർക്ക് S പ്രശോഭന്റെ പ്രതിഭാ പുരസ്കാരവും സമുദ്ര ലൈബ്രറി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും നൽകി. കൂടാതെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്കൂളുകൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ആദരിച്ചു. ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ മത്സരത്തിൽ പങ്കെടുത്തതിലും ഈ അമ്മമാരെ അച്ഛന്മാരെ കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇത്ര ദൂരെ വന്നപ്പോഴത്തേക്കും വേണ്ട എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഈ സമ്മാനം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരുപാട് നല്ല അമ്മമാരെ അച്ഛന്മാരെ കാണാൻ പറ്റി. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഒരിക്കലും എൻ്റെ മാതാപിതാക്കളെ ഇതുപോലെ കൊണ്ട് ആക്കില്ല. ഞാൻ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റാണ്. എൻ്റെ വീട് സറക്കരയാണ്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി എൻ്റെ അമ്മാമ്മയെ പോലുള്ള അമ്മാവന്മാരെയാണ് ഞാനിവിടെ കൂടുതലും കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഞാൻ ആദ്യം വന്ന സമയത്ത് ഈ റൂമിനകത്താണ് ഇരുന്നത്. അപ്പോൾ ഒരു അമ്മമ്മയ്ക്ക് ന്യൂറോ സംബന്ധമായ എന്തൊരു പ്രശ്നമുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അമ്മാമ്മ അങ്ങനെ പോണതുണ്ടോ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മാമ്മനെ ഓർമ്മ വന്നു. പെട്ടെന്ന് സങ്കടമായി. കാരണം എൻ്റെ അമ്മാമ്മയ്ക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നതെങ്കിൽ എന്ത് ചെയ്തെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മേനെയോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ അമ്മേനെയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മേനെയോ അമ്മുമ്മേനെയോ ആരെയും ഇങ്ങനെയൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളാണല്ലോ ഇവിടെ. അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫുഡുണ്ട്, അവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അവർ നോക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ, ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലൊരു വിഷമമുണ്ട്. അതായത് എന്നെ വീട്ടുകാർ ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ ആ അമ്മയും അച്ഛന്മാരും ഒക്കെ അത്രയ്ക്ക് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മക്കളായിരിക്കും ഒരു പക്ഷേ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷമം അവരുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മയച്ഛൻ ജീവിക്കുന്നത്. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ അച്ഛൻ അത്രയും അധികം കഷ്ടപ്പെടുന്നത് എൻ്റെ അനിയൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ജോലി ചെയ്യുന്നത് എല്ലാം നമുക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് അച്ഛനമ്മയെ വളർത്തുന്നത്. ഒരിക്കലും അവരെ ഞാൻ വേദനിപ്പിക്കില്ല, ഉപേക്ഷിക്കില്ല. എൻ്റെ പേര് അഞ്ജന. ഞാൻ പുതുക്കുളം സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. ഇവിടെ വന്ന് ഒരു പ്രൈസൊന്നും കിട്ടുന്ന പ്രതീക്ഷയൊന്നുമല്ല, പക്ഷേ വന്ന് പ്രൈസൊക്കെ കിട്ടുന്ന നല്ല സന്തോഷം തോന്നി. പിന്നെ ഇവിടെ അച്ഛനമ്മമാരെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം പേരൻസിനെ ഓർമ്മ വന്നേ. അപ്പോൾ ഒരു ചെറിയ വിഷമോ ഒക്കെ തോന്നിയത്. അപ്പോൾ എൻ്റെ പേരൻസിനെ ഒരിക്കലും ഇങ്ങനെ വിടരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ ഈ ക്വിസിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇവരെല്ലാവരും കണ്ടപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഓർമ്മ വന്നു. ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മേനെ ഉപേക്ഷിക്കുന്നില്ല. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് അറിവുകൾ നേടാനായിട്ട് സാധിച്ചു. ഇന്നിവിടെ വന്നതിൽ സന്തോഷമുണ്ടായിരുന്നു. ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ടീച്ചർ വിളിച്ച് പറയുകയായിരുന്നു. അങ്ങനെ ഇന്നിവിടെ വന്നപ്പോൾ അച്ഛനമ്മമാരെ കാണാൻ പറ്റി. അവരുമായിട്ട് വളരെ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയെങ്കിലും സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ നല്ല സ്പോൺസേഴ്സ് കിട്ടി, നല്ല സ്പോൺസേഴ്സ് വന്ന് ഇവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു മത്സരത്തിന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് ക്വിസ് മത്സരമല്ല, അത് ഈ പ്രസംഗ മത്സരം, ഡിബേറ്റ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ജയിക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം ഞങ്ങൾ വൈകുന്നേരം ഒരു 6 മണി വരെ ഇരുന്നായിരുന്നു. രാവിലെ 8 മണിക്ക് ചെന്ന് വൈകിട്ട് 6 മണി വരെ ഇരുന്ന് അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ ജയിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ 5 പേരെ സെലക്ട് ചെയ്തോളൂ. ഭാഗ്യം കൊണ്ട് എനിക്ക് 5 പേര് ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചപ്പോൾ വിചാരിച്ചോ ഇനി എൻ്റെ സ്റ്റേറ്റ് പോകണം, കുറച്ച് മെനക്കേടല്ലേ, അപ്പോൾ കിട്ടാതിരുന്നാൽ നല്ലതാണെന്ന് തോന്നി. പക്ഷേ അവിടെ ചെന്നതിൽ നിന്ന് ഞാൻ തോറ്റു. പക്ഷേ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു പ്രസംഗ മത്സരത്തിന് കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ടാണ് പോണത്. അതിനുശേഷം ആ മത്സരത്തിൽ തോറ്റതിന് ശേഷം എനിക്കിപ്പോൾ എവിടെ പോകണമെങ്കിലും ഇപ്പോൾ പ്രസംഗിക്കാൻ ഒരു പേടിയില്ല. ഇപ്പോൾ ഒരു ഡിബേറ്റ് വേണമെങ്കിൽ കയറി എന്തുവേണമെങ്കിൽ പറയാം, പിന്നെ എവിടെ കയറിയെങ്കിൽ കയറി പ്രസംഗിക്കാം. ഇപ്പോൾ ഇതേപോലെ ക്വിസ് മത്സരത്തിൽ വേണ്ടുന്ന പ്രിൻസിപ്പാൾ തിങ്കളാഴ്ച ചെല്ലാൻ നേരത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ വരാം എന്നങ്ങ് പറഞ്ഞ്
സാധാരണ പഴയ സ്വഭാവത്തിലായിരുന്നെങ്കിൽ എനിക്ക് ടെൻഷൻ അടിച്ചു, ടീച്ചർ ഞാൻ എങ്ങനെ പോകും, എനിക്ക് അങ്ങനത്ര അറിവൊന്നുമില്ല, എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞേന്. പക്ഷേ അവിടെ തോറ്റതുകൊണ്ട് മാത്രം എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്, ഞാനിപ്പോൾ ജയിച്ചായിരുന്നെങ്കിൽ അത് ഞാൻ ഇച്ചിരി എടുത്തപ്പോൾ ജയിച്ച് എന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമേ ഞാൻ കാണത്തോളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ തോറ്റതുകൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പേടി എനിക്ക് മാറിക്കിട്ടി. അതുകൊണ്ട് ഇന്നിവിടെ വന്നതിൽ എനിക്ക് ജയിക്കണമെന്ന് പറഞ്ഞല്ല വന്നത്. ഇപ്പോൾ തോറ്റാൽ സങ്കടമില്ല, ജയിച്ചാൽ സന്തോഷമില്ല, ആ ഒരൊറ്റ മൈൻഡ് സെറ്റ് വന്ന് ഇന്നലെ രാത്രി കുറച്ചിരുന്ന് പഠിച്ച് രാവിലെ കുറച്ചിരുന്ന് പഠിച്ച് കിട്ടിയിട്ട് തോക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ തോക്കാൻ ഒരു ടെൻഡൻസിയാണ്. കാരണം എൻ്റെ ആ ടെൻഷൻ അങ്ങ് മാറി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കഴിഞ്ഞ ആഴ്ച തോറ്റപ്പോൾ ഇപ്പോൾ പോലും എനിക്കിവിടെ ഒന്നും സംസാരിക്കാൻ ഒരു പേടിയില്ല. പഴയ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ കയ്യൊക്കെ വിറച്ച് അമ്മയെന്ന് പറഞ്ഞ് തല ഇറങ്ങി വീഴണം, ആ ഒരു ടെൻഡൻസിയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നതിലും എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായി. ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് 50 ചോദ്യം ചോദിച്ചു. കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ ജസ്റ്റ് മിസ്സിന് പോയതൊക്കെ ഉണ്ട്, കുറച്ചൊന്നും ഒട്ടും അറിയാത്തതുണ്ട്. അപ്പോൾ അതെല്ലാം അറിയാൻ സാധിച്ചതിന് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരും കണ്ടതിലും ഓരോരുത്തരെ കണ്ടതിലും മനസ്സുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ചടങ്ങിൽ കുസാറ്റിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ നിരഞ്ജന ശ്രീലാൽ, കേരള യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം 1ാം റാങ്ക് കരസ്ഥമാക്കിയ തീർത്ഥ P സുജീഷ് തുടങ്ങിയവർക്കും സമുദ്രതീരം കുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്ലക്കാട്ട് ശ്രീകുമാർ സർ, യോഗ ഉദ്ഘാടനം ചെയ്ത ശ്രീ തോട്ടം ഭുവനേന്ദ്രൻ സർ, പിന്നെ സമുദ്രതീരം ചെയർമാൻ ശ്രീ റൂവൽ സിംഗ് സർ, പിന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. സമുദ്രതീരം സംഘടിപ്പിച്ച ഈ പ്രശോഭൻ സാർ അനുസ്മരണ ചടങ്ങിലേക്ക് എന്നെ കൂടി വിളിച്ചതിലുള്ള നന്ദി ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. പ്രശോഭൻ സാർ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തും ഒരു വെൽവിഷറും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് സാറിൻ്റെ പേര് കിട്ടിയ ഈ അവാർഡ് ഒരുപാട് സന്തോഷം തരുന്നതാണ്. പിന്നെ ഞാൻ PhD ചെയ്തത് VSSCയിലായിരുന്നു. VSSCയിലെ ഡോക്ടർ സതീഷ് ചന്ദ്രൻ സാറിൻ്റെ മേൽനോട്ടത്തിലാണ് PhD ചെയ്തത്. നമ്മുടെ ബഹിരാകാശ വാഹനങ്ങളിലെ അവ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിയായ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു കവചം നിർമ്മിക്കാറുണ്ട്. തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാണ് അതിനെ പറയാറ്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റിയായിരുന്നു എൻ്റെ ഗവേഷണം. അതിന് ഉപയോഗിക്കുന്ന ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനേക്കാൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ജേർണലുകളിലൊക്കെ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ നേട്ടത്തിൽ അഭിനന്ദിക്കാനും ഈ സന്തോഷത്തിൽ പങ്കുചേരാനും ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും നന്ദി. ആദ്യം തന്നെ എനിക്കിങ്ങനെ ഒരു മൊമെൻറ്റോ തരാൻ മനസ്സ് കാണിച്ച് ഇവിടുത്തെ റൂവൽ സിംഗ് അങ്കിളിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ അതിനോടൊപ്പം എനിക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോലെ ഞാനും ഇങ്ങനെ ഒരുപാട് വേദികളിൽ കോമ്പറ്റീഷനും മറ്റും പോയിരുന്നിട്ടുണ്ട്. മോൻ പറഞ്ഞതുപോലെ ഫെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് സക്സസ് എന്നുള്ളതാണ്. നമ്മൾ എത്ര തോൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജയിക്കുന്നു, നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളതിൽ പങ്കുചേരുന്നു ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, വിട്ടുകൊടുക്കാതിരിക്കാനുള്ള മനസ്സ്. ഞാനും ഒരുപാട് സ്ഥലത്ത് ചെന്ന് തോറ്റെന്നല്ല 3ാം സ്ഥാനവും ചിലപ്പോൾ റണ്ണറപ്പായിട്ടും ചിലയിടത്ത് 1ാം സ്ഥാനവും ചിലയിടത്ത് ഒന്നും നേടാതെയും പോയിട്ട് ഞാൻ വിട്ടുകൊടുക്കാതിരുന്ന മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഫൈറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ആഗ്രഹമോ ഡ്രീംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിനായിട്ട് ഫൈറ്റ് ചെയ്യണം, അതിനായിട്ട് പൊരുതണം. നമ്മൾ വഴികൾ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ വന്നെന്നിരിക്കാം. പക്ഷേ അതെല്ലാം നമ്മൾ ഫേസ് ചെയ്ത് നമ്മളൊരു പൊസിഷനിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്താണെങ്കിലും അത് വെറുതെ കിട്ടുമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ട് നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യുക. റെസ്റ്റ് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമ്മുടെ അടുത്ത് കിട്ടും. പിന്നെ ഈ വേദിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ അമ്മ തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു സിംഗിൾ പാരൻറ്റ് ചൈൽഡാണ്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ അമ്മ ഒറ്റയ്ക്കാണ് എന്നെ വളർത്തി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഞാൻ 10th പഠിക്കുന്ന സമയത്തിന് എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് എൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി സ്ട്രോക്കിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു സെമി കോമയിലോട്ട് പോയിട്ട് അറൗണ്ട് 6 months കിംസിൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും മാതാപിതാക്കൾക്ക് നമ്മൾ ബാധ്യതകളല്ല, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരിക്കുക. കാരണം നമ്മൾ അച്ഛനും അമ്മയും നമ്മൾക്കായിട്ടാണ് ജീവിക്കുന്നത്. അവർ നമ്മൾക്ക് നല്ലത് വേണമെന്ന് വിചാരിക്കുന്ന പോലെ ആരും വിചാരിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ള അമ്മമാരെ അച്ഛന്മാർക്കും ഉള്ള ഉണ്ടായിട്ടുള്ളൊരു ഇത് ആർക്കും ഉണ്ടാവാതിരിക്കാനും
അതേ കണക്ക് നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 10th പഠിക്കുന്ന സമയത്തിന് എല്ലാ കുട്ടികളും എക്സാമിന് 10th CBSE എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തിന് എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അമ്മ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തീർത്തേക്ക് രജിസ്റ്റർ ചെയ്യണ്ടല്ലോ അല്ലേ, കാരണം ഒരു ഉറപ്പുമില്ല, ഒരു ഹോപ്പുമില്ല. അപ്പോൾ എല്ലാവരും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞു പോട്ടെ, കുറച്ച് വിശ്വാസമുള്ളവർ ഉറപ്പുള്ളവർ പറഞ്ഞു അടുത്ത വർഷം അവൾ എഴുതുമല്ലോ, എണീറ്റ് വരും തന്നെ ഉറപ്പുള്ളൊരു ചാൻസ് അവിടെ ഇല്ല. എന്നിട്ടും കുറച്ച് പേര് പറഞ്ഞു അടുത്ത വർഷം അവൾ എഴുതട്ടെ, അല്ലെങ്കിൽ ഹോപ്പില്ല. മീൻസ് ഒരു സമയത്തിന് എൻ്റെ വീട്ടിലെല്ലാവരും കുടുംബത്തിലെല്ലാവരും ഒരു കോൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഇരുന്നിരുന്നത്, ഞാൻ പോയി എന്നുള്ളൊരു കോള്. പക്ഷേ ഞാൻ അവിടെ എനിക്കിത് എൻ്റെ എൻ്റെ ബ്രെയിനിൽ ഇത് റെക്കോർഡഡ് അല്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ്, എന്നെ ടേക്ക് ചെയ്ത നേഴ്സ് എന്നോട് പറഞ്ഞ കാര്യമാണ്, രാവിലെ ഒരു 5 മിനിറ്റ് മാത്രമാണ് ഒരാൾക്ക് ബൈസ്റ്റാൻഡറിനെ കയറി കാണാൻ പറ്റുന്നത്. അങ്ങനെ എൻ്റെ അമ്മ എന്നെ കയറി കാണാൻ വന്ന സമയത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല, ജസ്റ്റ് കണ്ണ് തുറന്ന് കിടക്കുന്ന ഒരു സമയമാണ്. ആ നേഴ്സാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ കൂട്ടുകാരെല്ലാവരും 10th എക്സാം എഴുതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് 10ാം ക്ലാസ്, +2, പിന്നെ ഒരു എക്സാം, ഒരു ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിൻ്റെ എല്ലാ കൂട്ടുകാരും ആ എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാവരും എന്നോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യണ്ട, അവൾ എഴുതില്ല, എണീറ്റ് വരില്ല, അല്ലെങ്കിൽ അടുത്ത വർഷം നോക്കട്ടെ. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ കാര്യം, എൻ്റെ കൈ പിടിച്ച് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രജിസ്റ്റർ ചെയ്യും, എൻ്റെ മോൾ എണീറ്റ് എഴുതും. അതേപോലെ ആ ഒരു കാര്യം അത് എത്രത്തോളം റെക്കോർഡ് ആയിട്ടുണ്ടോ എൻ്റെ ബ്രെയിനിലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ ബോഡി മെഡിസിൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുകയും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും മറ്റും ചെയ്ത് അതേ വർഷം ഞാൻ എക്സാം എഴുതുകയും 86% എനിക്ക് പാസ്സാവാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അമ്മയാണ്. സോ അതുകൊണ്ട് നിങ്ങളാരും ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്, അവരെ എപ്പോഴും സന്തോഷമാക്കി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തോൽവികളൊക്കെ നമ്മൾ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആഗ്രഹങ്ങൾ എത്ര സ്ട്രോങ് ആണോ, നമ്മൾ എത്താൻ അലങ്കരിക്കാൻ പോകുന്ന പൊസിഷൻ എത്ര വലുതാണോ അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പോകുന്ന പാതകളും. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് സാറ് പറഞ്ഞതുപോലെ എപ്പോഴും ഹമ്പിളായിട്ടിരിക്കുക. നമ്മൾ എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും നമ്മൾ നമ്മളായിട്ടിരിക്കുക. വിനയവും വിധേയത്വവും രണ്ടാണ്. ഇപ്പോൾ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്തിന് എനിക്ക് അവിടെ ഞാനൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക, അവിടെ എനിക്ക് അതിൻ്റെ പ്രിൻസിപ്പലിനോടൊരു മറ്റൊരു മനോഭാവവും അവിടെ വർക്ക് ചെയ്യുന്ന പ്യൂണിനോട് മറ്റൊരു മനോഭാവമാണെങ്കിൽ അത് വിധേയത്വമാണ്. എന്നാൽ എനിക്ക് എല്ലാവരെയും ഒരേ മനസ്സോടെ കാണാൻ സാധിക്കുന്നെങ്കിൽ അതാണ് വിനയം. എല്ലാവരും അങ്ങനെയായി നല്ല മനുഷ്യരെ ജീവിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. പിന്നെ എനിക്കിവിടെ ഇത്തരത്തിലൊരു ഉപഹാരം തന്ന സമുദ്ര തീരത്തിനോട് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. നമ്മുടെ പാരിപ്പള്ളിയിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന, അതോടൊപ്പം നമ്മുടെ ഈ കൊടുമുട്ടിൽ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയും ഒക്കെയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശ്രീ പ്രശോഭൻ സാറിൻ്റെ ഓർമ്മ ദിനത്തിലാണ്. സാംസ്കാരിക രംഗങ്ങളിൽ വലിയ പിന്തുണയും പ്രചോദനവുമൊക്കെ നൽകിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യസ്നേഹി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഒരു നാടിൻ്റെ സാംസ്കാരിക ചലനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതോടൊപ്പം ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു വിദ്യാർത്ഥികളിൽ ജ്ഞാനതൃഷ്ണ ഉണർത്തുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളൊരാഗ്രഹം. അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഇന്ന് ഇവിടെ ഏർപ്പെടുത്തിയത്. സമുദ്രതീരം സാംസ്കാരിക കേന്ദ്രത്തെ ലൈബ്രറിയെയും അത് ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. ആ ചുമതല ഞങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അതിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ വിദ്യാർത്ഥികളുടെ അടുത്തും പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, നമ്മൾ വളർന്നു വരേണ്ടുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുകയും ലോകത്തെ അറിയുകയും സമൂഹത്തെ അറിയുകയും ചെയ്യുന്ന നല്ല മനസ്സുകളായി വളർന്നു വരിക എന്നുള്ളതാണ് നല്ല വിദ്യാർത്ഥികളുടെ ലക്ഷണം. അതും കൂടി അന്നേരം ഓർമ്മിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു സമ്മാനദാന ചടങ്ങാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഓരോ മത്സര പരീക്ഷകളും പലപ്പോഴും യാദൃച്ഛികതകളാണ്. നമ്മൾ ചില ഉത്തരങ്ങൾ മറന്നുപോകും. നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചെന്നിരിക്കത്തില്ല. നമ്മൾ ചോദിച്ച ചോദ്യങ്ങളേക്കാൾ ആയിരക്കണക്കിന് ഉത്തരങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും, അല്ലേ? അതുകൊണ്ട് തന്നെ ആരും ചെറുതാവുന്നില്ല, ആരും നമ്മളെക്കാൾ വലുതാവുന്നില്ല. താരതമ്യങ്ങൾ മാത്രമാണ് ഇത്തരം വിജയങ്ങൾക്ക് പിന്നിൽ. അതുകൊണ്ട് എന്നാൽ നമ്മളൊരു മത്സരം നടത്തുമ്പോൾ അതിൽ 1-2 സ്ഥാനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അതാ മത്സരത്തിൻ്റെ ഒരു സ്വഭാവം.
അതനുസരിച്ച് 1, 2, 3 സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾക്ക് മെമൻറ്റോ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിനോടുള്ള കടപ്പാടാണ് അതിലൂടെ ഞങ്ങൾ തെളിയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെയർമാനായ ശ്രീ പ്ലാക്കാട്ട് ശ്രീകുമാർ സാറാണ്. സാറിനെ സ്നേഹത്തോടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം. അടുത്തായിട്ട് ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും അവാർഡ് വിതരണവും നിർവഹിക്കുന്നത് എൻ്റെ സഹോദര സ്ഥാനീയനായ സുഹൃത്തും കൂടിയായ ശ്രീ തോട്ടം ഭുവനേന്ദ്രൻ നായർ സാറാണ്. സാറിനെയും സമുദ്ര ലൈബ്രറിയുടെയും ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഇനി ഇന്ന് സാന്നിധ്യം കൊണ്ടും ഇവിടെ ധന്യമാക്കിയ നമ്മളോട് 2 വാക്ക് പ്രശോഭൻ സാറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ ശ്രീ കോട്ടാത്തല ശ്രീകുമാർ, പ്രകാശ് കളത്തറ, രാജു കൃഷ്ണൻ, പ്രസേനൻ കളത്തറ, ഷീല മധു എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വിവിധ സ്കൂളുകളിൽ നിന്ന് 10 സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. ഇതിൽ 3 ടീം സമ്മാനാർഹമായി, ബാക്കി 7 ടീം നന്നായി പ്രകടനം കാഴ്ചവെച്ചു. അതിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ഇലഗമൺ സ്കൂളിലെ ഒരു കുട്ടി പകുതി വഴിയിൽ വെച്ച് അസ്വാസ്ഥ്യം ഉണ്ടായി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. എന്നിട്ടും ഒറ്റയ്ക്ക് ഞാനിത് നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നവനീത് എന്ന ചുണക്കുട്ടി ഈ പരിപാടിയിൽ പങ്കെടുത്തു. നവനീതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് രാവിലെ വരെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ കഴിയാതിരുന്ന എഴുപ്പുറം സ്കൂള് അവരവസാന നിമിഷത്തിൽ 2 +1 വിദ്യാർത്ഥികളെയാണ് ഇവിടെ പങ്കെടുപ്പിച്ചത്. ആ കുട്ടികൾക്ക് ഞാൻ പ്രത്യേകം ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്തിന് ചുരുങ്ങിയ ദിവസം അഡ്മിഷൻ എടുത്ത് ഒരാഴ്ചക്കകത്താണ് അവർക്ക് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ആ കുട്ടികൾ വന്നിരിക്കുന്നത്. അവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കുട്ടികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വേദിക്ക് പുറത്തിരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ ക്ഷണിതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് ഇവിടുത്തെ അച്ഛനമ്മമാരെയാണ്. അവരെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളെ വേദിയിലേക്ക് കടന്നു വരാത്ത ഈ സമുദ്രതീരത്തിൻ്റെ ചെയർമാനും ലൈബ്രറിയുടെ പ്രസിഡൻറ്റുമായ ശ്രീ റുവൽ സിംഗിനാണ്. റുവൽ സിംഗിനെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, സമുദ്രതീരം PRO ഒ ശശിധരൻ പിള്ള, കോട്ടാത്തല ശ്രീകുമാർ, പ്രകാശൻ കളത്തറ, പ്രസേനൻ കളത്തറ, രാജു കൃഷ്ണൻ, ഡോക്ടർ ഹേനാലാൽ, മണികണ്ഠൻ പള്ളിക്കൽ, പ്രണവം ഷീല മധു തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ മുതൽ 10 വിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച 2 വിദ്യാർത്ഥികളെ വിടണമെന്നുള്ള സമുദ്രതീരത്തിന് നിർദ്ദേശം പാലിച്ച് അധ്യാപകരെ കൂട്ടിയും അല്ലാതെയുമൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ്. നല്ല ചോദ്യങ്ങളാണ്. ഞാൻ കുറച്ചേ കേട്ടുള്ളൂ, പക്ഷേ ചോദ്യങ്ങളെല്ലാം വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിച്ചതിനെല്ലാം നല്ല തൃപ്തികരമായ മറുപടി പറഞ്ഞു, ഉത്തരങ്ങൾ നൽകി. ഞാൻ കേരളകൗമുദിയുടെ കൊല്ലം ബ്യൂറോയിൽ റിപ്പോർട്ടറാണ്. ഇന്നൊരു ചെറുപ്പക്കാരനെ പറ്റി വാർത്ത എഴുതി. ആ വാർത്ത ഈ ചെറിയ പ്രായത്തിൽ നന്നായി ക്രിക്കറ്റിലും ഹോക്കിയിലുമൊക്കെ താരമായി മാറി ഈ സംസ്ഥാനത്തിന് വേണ്ടി പോലും കളിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ ഒരു 6 വർഷം മുൻപ് അദ്ദേഹത്തിന് കരൾ രോഗം ബാധിച്ചു. ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ, എന്നിട്ടും കരൾ രോഗം ബാധിച്ച് അമ്മ കരൾ പകുത്തു കൊടുത്ത് ആ കരളുമായി ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഒരുപാടുണ്ടാകും. അപ്പോൾ ഡോക്ടർമാർ ഈ കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ ആ മനുഷ്യരോട് പറയുന്നത് കഠിന ജോലികളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനോടും പറഞ്ഞത് കഠിന ജോലികളൊന്നും ചെയ്യരുത്. പക്ഷെ അവൻ ട്രാക്ക് മാറ്റി അവൻ ഓടാൻ തുടങ്ങി. അത് അടുത്ത മാസം
ആഗസ്റ്റിൽ ജർമ്മനിയിൽ നടക്കുന്ന ഈ അവയവങ്ങൾ മാറ്റിവെച്ചവരുടെ ഒരു വേൾഡ് ഗെയിംസിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണ്, ഓടാൻ പോവുകയാണ്. 100 മീറ്റർ 200 മീറ്റർ മത്സരങ്ങളിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി മത്സരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ കൊല്ലത്തുകാരനായിട്ടുണ്ട്. നമുക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ആവേശമാണ്. എല്ലാ കഴിവുകളും എല്ലാ ആരോഗ്യശേഷിയും നമുക്ക് കിട്ടിയിട്ട് നമ്മളതൊന്നും പരമാവധി പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് പരമാവധി കഷ്ടപ്പെടണം, നന്നായി പരിശ്രമിക്കണം, നന്നായി വായിക്കണം, ഈ പ്രകൃതിയെ സ്നേഹിക്കണം. ഒരു വീട്ടിൽ സ്വന്തമായി ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിലൊരു സ്വന്തമായി നട്ട ഒരു 2 തൈകളുടെ പേര് പറയാം. മന്ദാരം, മാവ്. അത് എത്രത്തോളമായി? നമ്മൾ സ്വന്തമായി നട്ടിട്ട് അതിനകത്തൊരു ഇല വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം വരും. അത് വളർന്നിട്ട് അതിനകത്തൊരു ഒരു പൂ വരുമ്പോൾ, ഒരു കായ് വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നും ഒരു കാരക്ക കിട്ടണ്ട, ഉപ്പിലിടുന്നൊരു കാരക്കയുടെ ഒരു തൈ അതിൻ്റെ കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് നട്ട്. ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഇല്ല, ഞാൻ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള താമസിക്കുന്ന ആളാണ്, കോട്ടാത്തല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നട്ട് ഇത് വളർന്ന് ഒരു വീട് ഇപ്പോൾ പരിസരം മുറ്റം മുഴുവൻ നല്ല തണൽ കിട്ടുന്ന ഒരു വലിയ മരമായി മാറി. ഇതിന് ഒരു ഓണത്തിൻ്റെയൊക്കെ അടുത്തെത്തുമ്പോഴേക്കും, ഈ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നിറയെ അങ്ങ് പൂക്കും. കാരയ്ക്ക നന്നായി ഈ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ ഇതിൻ്റെ പൂക്കളെപ്പറ്റി വലിയ ധാരണയുണ്ടായിരുന്നില്ല. ഇത് പൂക്കുന്നതെന്ന് പറഞ്ഞാൽ നിറയെ ഇല കാണാൻ പറ്റാത്ത വിധം നിറയെ അങ്ങ് പൂക്കുകയാണ്. ആ പൂക്കുമ്പോഴേക്കും അതിലേക്ക് പൂമ്പാറ്റകളും വണ്ടുകളുമൊക്കെ ലക്ഷക്കണക്കിന് അങ്ങ് എത്തുകയാണ്. നമ്മുടെ മുറ്റം മുഴുവൻ, വീട് മുഴുവൻ ഈ പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെയായി നല്ല രസമാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാധ്യമ പ്രവർത്തകനാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ പത്രത്തിലേക്ക് എഴുതിയത് മാത്രമല്ല, മറ്റു പത്രക്കാർ എൻ്റെ വീട്ടിലേക്ക് വന്ന് എഴുതുവാൻ, ചാനലുകാർ വന്ന് അത് റിപ്പോർട്ട് ചെയ്യുവാൻ ഒരു കാരണമായി. സാധാരണ മറ്റു പത്രക്കാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാറില്ല, പക്ഷേ ഇതൊരു കൗതുകമാവുന്ന തരത്തിലേക്ക് ഒരു ചെടി, എല്ലായിടത്തുമുള്ള പലയിടങ്ങളിലും ഉണ്ടാവുന്ന ഒരു ചെടി തന്നെ നട്ട് പരിപാലിച്ചപ്പോൾ അത് നമുക്ക് കൗതുകമായി അഭിമാനിക്കാനുള്ള വക തന്നു. ഞാൻ പറഞ്ഞു ഇലകൾ മുളച്ചു വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം വരുമെന്ന്. പണ്ട് 2 കുട്ടികൾ ഈ മഴ വന്ന നേരത്ത് തൻ്റെ മാടത്തിൻ്റെ മുറ്റത്ത് നട്ട ആ വാഴയിൽ ഇല ഇങ്ങനെ കിളിച്ചു വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന സംഭവം ഓർമ്മയുണ്ടാവും. അത് വളർന്ന് ഒരു വലിയ വാഴയായി മാറി. വാഴയ്ക്കകത്തൊരു കുല വരും. ആ കുല വന്നു കഴിയുമ്പോൾ അതിൽ നിന്നും ഇങ്ങനെ നല്ല മഞ്ഞ നിറമാണ് വാഴപ്പഴത്തിന്. ആ വാഴപ്പഴത്തിന് മധുരമുള്ള നല്ല മധുരമാണ് അതിൻ്റെ പഴം എന്ന് കൊതിയോടെ ഓർത്തിരുന്ന 2 കുഞ്ഞുങ്ങൾ ഓർമ്മയുണ്ട. ചങ്ങമ്പുഴയുടെ വാഴക്കുലയുടെ കാര്യം ഞാൻ പറഞ്ഞു. ചങ്ങമ്പുഴയുടെ വാഴക്കുല കവിത, ഈ മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്തായി ഒരു വാഴക്കന്ന് തൊടുകയും അതിൽ ഇലകൾ വരികയും അത് പിന്നീട് കൂമ്പ് വന്ന് കൊലയായി മാറി. കൊല വിളഞ്ഞു വരുമ്പോഴേക്കും അകത്തിരുന്ന് ഡെയിലി ഇത് പോയി നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ അമ്മയോട് പറയാറുണ്ട്, അമ്മയെ അതിനകത്ത് നല്ല മധുരമായിരിക്കും, നല്ല മഞ്ഞ നിറമുള്ള വാഴപ്പഴം വരുമ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ കാണാതെ കട്ടു തിന്നണം എന്ന് കൊതിയോടെ പറയുന്ന 2 കുഞ്ഞുങ്ങൾ ആ കുടിലിനകത്തുണ്ട്. അപ്പോൾ അമ്മ അവരോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് കിട്ടത്തില്ല, അത് അച്ഛൻ വെട്ടി എടുത്ത് വിറ്റിട്ട് കാശ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അരിയോ മറ്റോ ഒക്കെ വാങ്ങി നിങ്ങൾക്ക് ചോറ് വെച്ച് തരാം എന്ന് പറയുമ്പോൾ ആ വലിയ പ്രതീക്ഷയോടെയാണ് ആ മലയെ പുലയനും ആ കൊലയെ കാണുന്നത്. പക്ഷേ തമ്പ്രാനെത്തി ആ കൊല വെട്ടിക്കൊണ്ടുപോയ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എത്ര സങ്കടങ്ങളിൽ കൂടി അവസ്ഥകളിൽ കൂടി കടന്നു വന്ന നമുക്ക് ഇപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമ്പോൾ ഇതുപോലെ പള്ളിക്കൂടത്തിൽ പോകാൻ ഇറങ്ങിയിട്ട് അവിടെ നിന്നും 2 പേരെ വീതം ഇതൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, എനിക്ക് അത്രത്തോളം കഴിവുണ്ട്. ആ കഴിവിനെ എപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി മുതലാക്കി മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഇത്തരം അഭയകേന്ദ്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പോൾ ഈ സംസ്ഥാനത്ത് 987 അഭയകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. അവിടെ എല്ലാമായി 1,00,000-ലധികം ആളുകൾ താമസിച്ചു വരികയാണ് അഭയകേന്ദ്രങ്ങളിൽ. ഇന്ന് ജനസംഖ്യാ ദിനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. 500 കോടി ജനങ്ങൾ എത്തിയപ്പോഴാണ് ലോകത്ത് ആയപ്പോഴാണ്, എനിക്ക് തോന്നുന്നു 87-ലാണെന്ന് തോന്നുന്നു, ലോക ജനസംഖ്യാ ദിനാചരണം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഇപ്പോൾ 850 കോടിയിലേക്ക് കടക്കുകയാണ്. ഒരു 146 കോടി ജനങ്ങളിലേക്ക് ഭാരതം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് 1,00,000 പേരും, നമ്മുടെ കൊച്ചു കേരളത്തിൽ 1,00,000 പേരും അഭയകേന്ദ്രങ്ങളിലാണ് താമസിക്കുന്നത് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഈ സന്ദർശനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകുന്നത്. നേരത്തെ
ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾ വീടുകളിലേക്ക് ക്ലാസ് മുറിയിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ 2 പേര് വന്നേക്കുന്നത് അവിടെ ഇരിക്കുന്ന 50 അല്ലെങ്കിൽ 80 പേരുടെ പ്രതിനിധികളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായിട്ടാണ് വന്നേക്കുന്നത്. അവരോടൊക്കെ പറയണം, ഞങ്ങളിതുപോലൊരു അഭയകേന്ദ്രത്തിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് പറയണം, പ്രിൻസിപ്പളിനെ പോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു റിട്ടയേർഡ് പ്രിൻസിപ്പളിനെ കാണാൻ പറ്റി. കണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരാളെ ഇവിടെയും കാണാൻ പറ്റി. ഇങ്ങനെ തുടങ്ങി ഇവിടുത്തെ വിശേഷങ്ങൾ മുഴുവൻ പറയണം. പറഞ്ഞിട്ട് അവരോട് പറയണം, മറ്റു കുട്ടികളോട് പറയണം, നമുക്ക് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നൊന്ന് ആഘോഷിക്കാം, ഇവിടെ വന്നൊരു കേക്കൊക്കെ മുറിക്കാം, അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് വരാം. വരുമ്പോൾ ശരി അരി ഒരു 5 കിലോ അരിയുടെ ചാക്ക ചെറിയ കിറ്റൊക്കെ കിട്ടുമെന്നേ, 5 കിലോ 10 കിലോ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാം. ഒന്നുമില്ല, കപ്പലണ്ടി മേടിച്ചുകൊണ്ട് വന്ന് ഇവരോടൊപ്പം ഇരുന്ന് അവർക്കും ഇച്ചിരി കൊടുത്ത് നിങ്ങളും കൂടെ കൂട്ടിരുന്ന് കഴിച്ച് നിങ്ങളുടെ കഥകൾ അങ്ങോട്ട് പറയുമ്പോൾ അവരുടെ കഥകൾ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിനപ്പുറം വേറൊന്നുമില്ല എന്നൊരു സന്ദേശം കൂടി മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ സന്ദർശനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു കുടുംബത്തിൻ്റെ നാഥൻ നഷ്ടപ്പെട്ടു പോയ എൻ്റെ സങ്കടവും ആ സങ്കടമുള്ളപ്പോഴും മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാൻ വേണ്ടി ആ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ നന്ദി കൂടി ഓർത്തുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ പക്ഷേ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് ഒരു കഥ പറയാനാണ് എനിക്കാഗ്രഹം. ആ കഥ 3 സഹോദരങ്ങളുടേതാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ വീടുകളിൽ 1 or 2 കുട്ടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 1972 അതായത് 53 കൊല്ലങ്ങൾക്ക് മുൻപ്, അരനൂറ്റാണ്ടിന് മുമ്പ്, കേവലം 16 വയസ്സ്, 14 വയസ്സ്, 12 വയസ്സുള്ള 3 ബാലന്മാർ ഒരു നിമിഷത്തിൽ ഒരു ദിവസം കൊണ്ട് അനാഥരായിപ്പോയി. അവരുടെ അച്ഛൻ പെട്ടെന്നൊരു നാൾ മറഞ്ഞുപോയി. കൗമാരവും ബാല്യവും തമ്മിലുള്ള വേർതിരിവ് എന്താണെന്ന് അറിയാൻ കഴിയാത്ത പ്രായത്തിൽ ഈ 3 ആൺമക്കളെ ചേർത്ത് പിടിക്കാൻ ഒരമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടിന് പട്ടിണിയും ദാരിദ്ര്യവും. അപ്പോൾ ഈ എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് പട്ടിണി? എന്താണ് ദാരിദ്ര്യം? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും, മക്കളില്ലാത്തതാണ് ഏറ്റവും വലിയ ദുഃഖം. മക്കളില്ലാത്തതാണ്, അനപത്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയും. പക്ഷേ അനുഭവത്തിൻ്റെ പൊള്ളലുകളുള്ള ഒരാളോട് ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ പട്ടിണിയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയും. അപ്പോൾ പട്ടിണി എന്ന 3 അക്ഷരം 3 നേരവും മൃഷ്ടാന്നം ഭക്ഷിച്ച് പച്ചവെള്ളം കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കിയ ഒരു ബാല്യ കൗമാരക്കാരുടെ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് ഞങ്ങളുടെ ജീവിതം. ആ ഉയർത്തെഴുന്നേൽപ്പിന് കാരണഭൂതനായ ആളിൻ്റെ പേരിലാണ് നിങ്ങളിന്ന് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. ആ ആൾ ഒരു ദീപസ്തംഭമാണ്, ലൈറ്റ് ഹൗസ് എന്ന് പറയാം. ദീപസ്തംഭത്തിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം വഴികാട്ടുക, തെളിയിച്ചു കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ്. എൻ്റെ സഹോദരൻ ഒരു വഴികാട്ടിയാണ് എന്നൊറ്റ വാക്കിൽ പറയുന്നതിന് പകരം
ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ കൈപിടിച്ച് നയിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെങ്ങനെ അദ്ദേഹം സാധിച്ചു എന്നതിന് ഒറ്റ വാക്കേ മറുപടിയുള്ളൂ: ദയ. മറ്റുള്ളവരോട് ദയാപൂർവം പെരുമാറുക. ആ ദയ എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ ദയ എന്ന വാക്കിൻ്റെ വിപുലമായ ഒരു ക്യാൻവാസിൽ അദ്ദേഹം വരച്ചിട്ട ചിത്രങ്ങൾ ഒരു സമൂഹത്തിന് മുഴുവൻ ലൈറ്റ് ഹൗസായി മാതൃകയായി മാറി എന്നുള്ളതാണ് പരമമായ സത്യം. ഇത് ഞാൻ പറയുമ്പോൾ അത് ഒരല്പം ആത്മപ്രശംസയോ അതിശയോക്തിയോ ഒക്കെ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഞങ്ങൾ 3 പേരുടെ ആ സാഹോദര്യം, ഞങ്ങൾ കാത്തുസൂക്ഷിച്ച ഐക്യം, ഞങ്ങളെ മുന്നോട്ട് നയിച്ച ആ വെളിച്ചം ഞങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുകൂടി നിങ്ങൾ അറിയണം. ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അമ്മ എപ്പോഴെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അമ്മ എന്നോട് പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിക്കുന്ന മറുപടിയാണ്. ഞാൻ എപ്പോഴും കാണുന്നതല്ലേ ദൈവത്തെ? ഞാൻ പറഞ്ഞു, എവിടെ? ദേ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്, അതാണ് എൻ്റെ ദൈവം. ആരെയാ കെട്ടിയിട്ടിരിക്കുന്നത്? ഒരു വെളുത്ത ചാവാലി പശുവിനെ. ആ ചാവാലി പശുവാണ് എൻ്റെ ദൈവം എന്ന് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുനാളിൽ എന്നോട് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥ. നിങ്ങൾ ഇപ്പോഴാണ്, ഈ കാലത്താണ് നമ്മൾ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വലിയ വർത്തമാനം പറയുന്നത്. 56 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താണ് സ്ത്രീ ശാക്തീകരണം എന്ന് സ്വന്തം കർമ്മപഥത്തിലൂടെ തെളിയിച്ചു കൊടുത്ത ആളാണ് എൻ്റെ അമ്മ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ചാവാലി പശു മാത്രമാണ് ഞങ്ങളുടെ സ്വത്ത്. ആ സ്വത്തിനെ പരിപാലിച്ച് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പാല് കറന്ന് അത് പാല് കാച്ചി മധുരമിട്ട് ചെറിയ ചെറിയ കുപ്പികളിലാക്കി, അതായത് പാല് കാച്ചി മധുരമിട്ട് കുപ്പികളിലാക്കി അടച്ച് കുട്ടികളായ ഞങ്ങളുടെ കയ്യിൽ തന്നുവിടും. പാരിപ്പള്ളിയിലെ എല്ലാ കടകളിലും അവിടുത്തെ ജീവനക്കാർക്കും അതിൻ്റെ മുതലാളിമാർക്കുമൊക്കെ പാല് കുടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ജീവിത ലക്ഷ്യം അന്ന്. അത് ഒരു സ്ത്രീ ശാക്തീകരണമായിരുന്നു, ഒരു ഉത്തമമായ മാതൃക. ഒറ്റയ്ക്ക് പൊരുതാനുള്ള ധാർഷ്ട്യം, തൻ്റെ ഇടം, അത് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അമ്മ ഞങ്ങൾക്കും പകർന്നു തന്നു എന്ന് പറയുന്നതാണ് ശരി. ഒറ്റയ്ക്ക് നേടാനുള്ള കരുത്ത്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളത് അറിയണം. ഒറ്റയ്ക്ക് പൊരുതാനുള്ള, ഒറ്റയ്ക്ക് നേടാനുള്ള, ഒറ്റയ്ക്ക് പ്രയത്നിക്കാനുള്ള, വെട്ടിപ്പിടിക്കാനുള്ള ആർജവം, സ്വാതന്ത്ര്യം, ഉത്കർഷേച്ഛ ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദരിദ്രരല്ല, നിങ്ങൾ സമൃദ്ധരാണ് എന്ന് ഞാൻ പറയും. ആ ഒരു ആഗ്രഹം, ആ ഒരു ആർജവം നിങ്ങളിലുണ്ടാക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞു എങ്കിൽ ഞാൻ കൃതാർത്ഥനായി എന്നതിനപ്പുറം എൻ്റെ ആ ജ്യേഷ്ഠ സഹോദരന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് അത് എന്ന് ഞാൻ കരുതുന്നു. വ്യക്തിപരമായി എനിക്ക് പ്രശോഭ സാറുമായിട്ടുള്ള ബന്ധവും വളരെ വലുതാണ്. ഈ സ്ഥാപനവുമായി എനിക്കുള്ള ബന്ധവും വളരെ വലുതാണ്. എന്തായാലും ഞങ്ങളുടെ നാട്ടിലെ, ഞാൻ എപ്പോഴും ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന, ഞങ്ങൾക്കെല്ലാം അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി ഇത് വളർന്ന് കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റിവൽ സിംഗൻ എന്ന് പറയുന്ന പ്രതിഭാശാലിയായ ചെറുപ്പക്കാരനെ ഓർമ്മിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല.
അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയാവുന്നയാളാണ്. എന്തായാലും ഇതൊരു വലിയ പ്രസ്ഥാനമായി തന്നെ മാറി എന്നുള്ളത് കല്ലുവാതുക്കൽ താമസിക്കുന്ന കല്ലുവാതുക്കൽക്കാരനായ ഞങ്ങളെപ്പോലുള്ളവർക്ക് അഭിമാനകരം തന്നെയാണ്. സംസ്കാരവുമായി പ്രക്ഷോഭ സാറിനുള്ള ബന്ധം സംസ്കാര സത്യത്തിൽ കണ്ടുപിടിച്ചത് ഈ പ്രക്ഷോഭ സാറ് ഉൾപ്പെടെയുള്ള ഒരു ടീമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ സംസ്കാരമായിട്ട് ബന്ധപ്പെടുന്ന കാലം മുതലേ അന്ന് ഞാൻ വരുമ്പോൾ പ്രക്ഷോഭ സാറ് ഇതിൽ നിന്നൊക്കെ ഭരണപരമായി മാറി നിൽക്കുന്നെങ്കിലും ഞങ്ങളെ ഓരോ വർഷത്തെയും ആരംഭം, അതിൻ്റെ തുടക്കം, അതിൻ്റെ മെമ്പർഷിപ്പ് വിതരണം ആരംഭിക്കുന്നത് പ്രക്ഷോഭ സാറിന് ഒരു മെമ്പർഷിപ്പ് നൽകി, അല്ലെങ്കിൽ അതിൻ്റെ പൈസ ഏറ്റുവാങ്ങി സാറിൻ്റെ വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും തുടങ്ങുന്നത്. അതാണ് ഒരു നാഭി നാള ബന്ധമാണ് സംസ്കാരയും പ്രക്ഷോഭ സാറുമായിട്ടുണ്ടായിരുന്നത്. അത് സംസ്കാരവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം, എന്നെ 10ാം ക്ലാസ് മുതലേ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു പ്രക്ഷോഭൻ സാറ്. സാറിനെ എൻ്റെ മനസ്സിൽ വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ സാറേ കെമിസ്ട്രിയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. കെമിസ്ട്രി ഒരു ക്ലാസ് സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് നമ്മളങ്ങ് പഠിക്കുകയാണ്, അത് പറഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ച് കയറ്റുന്നു. അതുകൊണ്ട് കെമിസ്ട്രി ഒന്നും ഒട്ടും വശമില്ലാത്ത ഒരാൾ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് കെമിസ്ട്രി എന്തെന്ന് പഠിച്ചത്. പക്ഷേ സാർ ഭയങ്കര ഗാംഭീര്യനായിട്ട് വന്ന് ഓരോ ചിരിയൊന്നുമില്ല, വന്ന് അങ്ങ് കസർത്തി നമ്മളെ ഉള്ളിലേക്ക് കെമിസ്ട്രി പതിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. കൂടുതൽ എല്ലാ ക്ലാസ്സിലൊന്നും വരുത്തിയൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ വരും, ഉള്ളത് തകർത്തിട്ടങ്ങ് പോവും. ഞാനെപ്പോഴും ഈ വലുതായി സാറിൻ്റെ വീട്ടിലൊക്കെ സ്വാതന്ത്ര്യമായിട്ട് ചെല്ലുമ്പോഴും ഒരു ഭയഭക്തി ബഹുമാനം ഉള്ള ആളെന്നതിനപ്പുറം ഒരു പേടിയായിരുന്നു. സാറ് അടിക്കത്തെ ഒന്നും ഇല്ലെങ്കിലും പക്ഷേ എനിക്ക് പ്രക്ഷോഭ സാറിൻ്റെ പേടിയാണ്. സാറ് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആളാണ്. എന്തോ ഒരു ബഹുമാനം കലർന്ന പേടിയായിരുന്നു സാറിനോട്. സാറിന് എന്നെ ഒരു പക്ഷേ പഠിപ്പിച്ചിരുന്ന കാലത്തൊന്നും അറിയാൻ സാധ്യതയില്ലെങ്കിലും പിന്നെ ഞാൻ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സാറിൻ്റെ വീട്ടിലെ സാറിൻ്റെ ഈ പറഞ്ഞ 2 സഹോദരങ്ങൾ, സാർ ഉൾപ്പെടെ 3 പേര് ആയിട്ട് എനിക്ക് വ്യക്തിപരമായി സഹോദരതുല്യമായ സ്നേഹമാണ്. സംസ്കാരയും സാറുമായുള്ള ഈ പറഞ്ഞ നാഭീനാള ബന്ധം സാറ് മരിക്കുന്നത് വരെയും തുടർന്ന് ആ സഹോദരങ്ങളുടെ ഒരു പൂർണ്ണ സമയ മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും സംസ്കാരമായിട്ട് അവർക്കുള്ള ബന്ധവും നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. സമുദ്രതീരം സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭൻ സാർ അനുസ്മരണ ചടങ്ങ് ആണ് നടക്കുന്നത്. വളരെ പുണ്യ മുഹൂർത്തമായി ഞാൻ കാണുന്നു. കാരണം പ്രക്ഷോഭൻ സാർ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. പ്രക്ഷോഭൻ സാർ മാത്രമല്ല, പ്രസേന സാർ, പ്രകാശ് സാർ, എല്ലാവരും ഞങ്ങൾ എന്താ പറയുക, ഒരു ഔപചാരികതയില്ലാതെ വളരെ അടുത്ത് സഹകരിക്കുന്ന ആൾക്കാരാണ്. പ്രക്ഷോഭ സാറിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ വളരെ ഹൃദ്യമായ ഒരു പെരുമാറ്റത്തിന് ഉടമയാണ് സാറ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ ലാളിത്യമുള്ള സാർ മറയുന്നില്ല, ഓർമ്മയിൽ നിന്ന് മങ്ങുന്നില്ല. സാറിൻ്റെ ആ ചിരിച്ച മുഖവും ഊർജ്ജസ്വലമായ പെരുമാറ്റവും ഒക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കൂടുതൽ പറയുന്നില്ല, കാരണം ഈ വേദിയിൽ ഒരുപാട് പേരുണ്ട്, സമയം ചുരുക്കമാണ് എന്നറിയാം. സാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏറെ പ്രിയങ്കരനായ പ്രക്ഷോഭ സാറിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മനോഭാവങ്ങളിലൊന്ന്, ഒരാളിൻ്റെ കഴിവിനെ, മികവിനെ കണ്ടറിഞ്ഞാൽ ആ ആളിനെ തൻ്റെ മുന്നിൽ നിർത്തുന്ന ഒരു വലിയ സ്വഭാവം. ഇന്ന് ഈ ചെറിയ ലോകവും വലിയ മനുഷ്യരുമായി മാറുന്നൊരു കാലഘട്ടത്തിൽ സ്വയം വലുതാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പണ്ട് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നേരെയാണ് ഫോട്ടോ എടുക്കുന്നത്, നമ്മൾ സെൽഫിക്കാണ് ആഗ്രഹിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് സെൽഫി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കുറപ്പാണ് അതിൽ നമ്മളുണ്ടാവുമെന്ന് നമുക്കുറപ്പാണ്. മറ്റേ ഫോട്ടോയിൽ നമ്മളുണ്ടോയെന്ന് ഉറപ്പുണ്ടോ? ഒന്നുകിൽ നമ്മളത് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടണം. ഇതിലാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ സ്വയം ആവിഷ്കരിക്കപ്പെടാൻ, മറ്റുള്ളവരുടെ മുന്നിൽ ആവിഷ്കരിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മുമ്പ് കടന്നുപോയൊരു വലിയ മനുഷ്യൻ തനിക്ക് പ്രിയമുള്ളവരെ, കഴിവുറ്റവരെ മുന്നിൽ നിർത്തി അവരുടെ പിന്നിൽ ഒരു ചാലകശേഷിയായി
നിന്ന, ചാലകശക്തിയായി നിന്ന, തനിക്ക് പ്രിയമുള്ളവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്നത് കണ്ട് അത് മറ്റുള്ളവരാൽ പ്രശംസിക്കുന്നത് കണ്ട് സ്വയം ആനന്ദം കൊണ്ട, അഭിമാനം കൊണ്ട ഒരു വലിയ മനുഷ്യൻ്റെ സ്മരണയ്ക്ക് മുന്നിലാണ് ഞാനും ഈ ഭുവനേന്ദ്ര സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടത്. എനിക്കൊരിക്കലും പ്രസവ സാറിനെ മറക്കാനാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വേർപാടിനൊരു 5 ദിവസം മുമ്പ് കൊടുമൂട്ടിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം എന്നോട് പറഞ്ഞു. യഥാർത്ഥ ഈശ്വരീയത എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ക്ഷേത്ര ദർശനത്തിനും നാമജപത്തിനും വഴിപാട് സമർപ്പണത്തിനും അപ്പുറം തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരുപാട് ആൾക്കാർ വളരെ ദയനീയമായ സാഹചര്യങ്ങളുമായി മല്ലടിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് മാത്രം ഗുണം കിട്ടണമെന്ന് അത് ഒരു അമ്പലത്തിലെ പുരോഹിതനോ പള്ളിയിൽ ഉസ്താദോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനോ ഒക്കെ ചിന്തിച്ചാൽ ആ ആളിന് ജീവിത സാക്ഷാത്കാരം ഉണ്ടാവില്ല. ആ ആളിന് ആത്മസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ സാറിന് അങ്ങനെ ഒരു പറച്ചിലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം ഒരു കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പിന്നീട് അതൊരു ട്രസ്റ്റിൻ്റേതായി, കുടുംബത്തിൻ്റെ ട്രസ്റ്റായി, ആ ഒരു ക്ഷേത്രം ഒരു വലിയ ദേശത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയാണോ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നത് അത് സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, വൈജ്ഞാനിക മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രതിഷ്ഠിച്ച ആളാണ്. ദേവിയെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കുന്ന പോലെ ജനങ്ങളുടെ മനസ്സിൽ ആ ക്ഷേത്രത്തിലൂടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ ഉത്തമ ഗുണങ്ങൾ പ്രതിഷ്ഠിച്ച ആളാണ്. ഞാൻ വളരെ വലിയൊരു സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ദേശത്ത് ഇന്നിപ്പോൾ മതങ്ങളെ ചൊല്ലി മനുഷ്യൻ മത്സരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ജാതി പറയുന്ന ഒരു കാലഘട്ടം വരുന്നു. ഒരു 4 മാസം കഴിയുമ്പോൾ സാമുദായികമായി വേർതിരിച്ചിട്ട് മതേതരത്വം എന്ന ഫ്രണ്ടിലെ നോട്ടീസിൽ വെച്ചിട്ട് അതിൻ്റെ തൊട്ടടിയിൽ ഓരോ വിഭാഗക്കാരുടെ ലിസ്റ്റുമായിട്ട് വീടുകൾ കയറി ഇറങ്ങുന്ന മുസ്ലിമിൻ്റെ എത്ര വോട്ടുണ്ട്, ക്രിസ്ത്യാനിക്ക് എത്ര വോട്ടുണ്ട്, ഹിന്ദുവിലെ ഇന്ന ആൾക്കാർക്ക് എത്ര വോട്ടുണ്ട് എന്ന് പറഞ്ഞ് കയറി ഇറങ്ങുന്നൊരു കാലം ഇനി ഒരു 4 മാസത്തിനുള്ളിൽ വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പ് പോലും നമ്മുടെ സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും ദേശീയതയെന്നും മതേതരത്വമെന്നും ഒക്കെ വിഭാവനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്ക് പോലും പ്രായോഗികമാക്കാത്തത് ഒരു ക്ഷേത്രത്തിലൂടെ പ്രായോഗികമാക്കിയ ആളാണ് പ്രശോഭൻ സാർ. പ്രശോഭൻ സാറിനെക്കുറിച്ച് പറയാൻ ഇരുന്നാൽ ഒരുപാട് പറയാനുണ്ടാവും. നമ്മളെല്ലാം ബഹുമാന്യ വ്യക്തിത്വങ്ങളിൽ നിന്ന് നമ്മളെല്ലാം കേട്ടു. നല്ല കാര്യങ്ങൾ, എല്ലാം നല്ല കാര്യങ്ങൾ. ശ്രീ കൊടുമുട്ടൽ ഭദ്രകാളി ക്ഷേത്രം, അത് മാത്രം മതി നമുക്ക് സാറിനെ എന്നും ഓർക്കാൻ. പുയപ്പള്ളി നാട്ടിൽ കിടന്ന ഞാൻ പാരിപ്പള്ളി വന്നു, എന്നെ എടുത്ത് കൊടുമുട്ടിൽ പ്രദർശിച്ചു എന്ന് തന്നെ പറയുന്നതാവും ശരി. കാരണം അവിടെയുള്ള ഓരോ പരിപാടികളിലും സാറിനെ കൂട്ടുചേർത്തിരുന്നു. ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ ഞാൻ ആവാൻ ഒന്നുമായിട്ടില്ല എങ്കിൽ കൂടിയും ഒന്ന് നിവർന്നു നിൽക്കാൻ സാധിച്ചതും പ്രിയപ്പെട്ട എൻ്റെ ഗുരുതുല്യനായ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട പ്രശോഭൻ സാർ. ഏകദേശം ഒരു 55 പാട്ടോളം ഞാൻ ഡിവോഷണൽ സോങ് ചെയ്തു. അപ്പോൾ ഓരോ റെക്കോർഡിങ്ങിന് പോകുമ്പോഴും സാറ് അവിടെ കടയിൽ കാണും. അപ്പോൾ ഞാൻ കയറി പറയും, സാർ ഇന്ന് റെക്കോർഡിങ്ങാണ്, പോയിട്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയും, എല്ലാം കൊടുമുട്ടിലമ്മ നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു ധൈര്യം എൻ്റെ മനസ്സിൽ, ഒരുപാട് ധൈര്യം, പ്രചോദനം ഒക്കെ എനിക്ക് കിട്ടി. സാറ് പറഞ്ഞ പോലെ 3 സഹോദരങ്ങൾ, ആ ഐക്യത അതൊന്നു മാത്രമാണ് വിജയത്തിൻ്റെ ലക്ഷ്യം.
സാർ അമ്മയെക്കുറിച്ച് പറഞ്ഞു. ഏറെ ശരിയായ കാര്യം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം എൻ്റെ അച്ഛൻ ഒരു നല്ല സംഗീതജ്ഞനായിരുന്നു. 80-ാമത്തെ വയസ്സിൽ ആണെന്ന് തോന്നുന്നു എനിക്കൊരാഗ്രഹം, അച്ഛനൊരു കച്ചേരി കൂടെ ചെയ്യണം. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു വേണ്ട മോളെ, ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പാടാനൊന്നും പറ്റില്ല. പക്ഷേ മധുസാറിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരാഗ്രഹം, അച്ഛൻ ഇനി ഇത്രയും പ്രായമായില്ലേ, അത് ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാൻ ഈ ആവശ്യം പ്രശോഭൻ സാറിനെ അറിയിച്ചു. സാർ, എനിക്കൊരു ഉത്സവത്തിനൊരു ഡേറ്റ് അച്ഛന് പാടാൻ തരുമോ? അപ്പോൾ തന്നെ എന്താ ഷീല, അതിന് ഏത് ദിവസം വേണം? ഷീല പറയൂ, ഒരു ഡേറ്റ് പറയൂ, നമുക്ക് അച്ഛൻ്റെ പരിപാടി വയ്ക്കാം. അതുപോലെ വെച്ചു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാറ് വന്ന് ചോദിച്ചു. സാറ് സ്റ്റേജിൽ കയറിയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സാർ ഇത്രയും ശബ്ദം എങ്ങനെ സൂക്ഷിച്ചിരുന്നു? ഇതെന്ത് പാട്ടായിരുന്നു? ഇന്നും അച്ഛൻ എൻ്റെ രാജൻ സാറിൻ്റെ മോൾ എന്ന് അറിയപ്പെടാനുള്ള ആ വലിയ മനുഷ്യനെ ഞാൻ നമിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നിൽ നിന്നും പിരിഞ്ഞുപോയ എൻ്റെ പിതാവിനെയും ഒരേ സ്ഥാനത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഞാൻ എത്തിയതിന് ശേഷം ഇവിടെ പങ്കെടുത്ത കുട്ടികളുടെയൊക്കെ പ്രതികരണങ്ങളും ഒക്കെ കേട്ടു. വളരെ നല്ല രീതിയിലാണ് ഈ സ്കൂളിൽ നിന്നും എത്തിയ കുട്ടികളെല്ലാം പ്രതികരിച്ചത്. അവരെല്ലാവരും ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ഇവിടെ കണ്ട അച്ഛനമ്മമാരെ പോയിൻ്റ് ചെയ്തുകൊണ്ടാണ് അവരെല്ലാം സംസാരിച്ചത്. കാരണം ഇത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറി വരുന്നൊരു സ്ഥിതിയാണെന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആയുർദൈർഘ്യം നമുക്കെല്ലാം അറിയാം, മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ എണ്ണവും കൂടി വരുന്നു. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ പത്തനംതിട്ടയിലാണ് ഇപ്പോൾ അടുത്ത കണക്ക് വന്നത് ഏറ്റവും കൂടുതൽ മൊബൈൽ മോർച്ചറികളുള്ളത്. അതിന് നല്ല ബിസിനസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്യൻ കൺട്രീസിലുള്ളതും ആ ജില്ലയിലാണെന്ന് എനിക്ക് തോന്നുന്നു. വിദേശത്തു നിന്നുള്ളതല്ല, യൂറോപ്യൻ കൺട്രികളിൽ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പൊതുസ്ഥിതി മാറിക്കൊണ്ടിരിക്കുക. ഞാനും ഒരു റിട്ടയർ ചെയ്ത ആളാണ്. ഇത്തരം സ്ഥാപനങ്ങളെ കാണുമ്പോൾ മനസ്സിൽ ചില ആശങ്കകളൊക്കെ എനിക്കും തോന്നലുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്തരത്തിലൊരു സ്ഥിതിയിലാണ് ഇവിടുത്തെ, ഞാനിപ്പോൾ ഒരു വയോജനം എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്ന ആളാണ്. നമ്മളെല്ലാവരും ആശങ്കാകുലരാണ്. നമുക്കൊക്കെ മക്കളുണ്ടെങ്കിൽ പോലും അത്യാവശ്യം പെൻഷനെ കൊണ്ട് ജീവിക്കാനുള്ള വകയുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഭാവിയെക്കുറിച്ച് ഓർത്ത് കേരളത്തിൻ്റെ പൊതുസ്ഥിതിയിൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, കേരളത്തിലെ യുവ മനസ്സുകളുടെ ചിന്താഗതികളിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. രീതികളും ജീവിത ശൈലികളും എല്ലാം മാറിക്കഴിഞ്ഞു. അതിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ കൂടി വരുന്നു. അപ്പം നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കാണാനുള്ള അവസരം നമ്മുടെ മക്കൾക്കുണ്ടാകണം. ഇവിടെ വന്ന കുട്ടികൾ ആ സ്കൂളിൽ പോയിട്ട് മറ്റു കുട്ടികൾ ഇനിയും ഇവിടെ ഇത്തരം പരിപാടികൾ നിരവധി സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ എത്തണം. ഇതുപോലുള്ള സ്ഥാപനത്തിലെത്തി ഇവിടെയുള്ള അച്ഛനമ്മമാർ അവരെ കാണണം. അവരുമായിട്ട് കുറച്ച് സമയം പങ്കുവയ്ക്കുമ്പോൾ അവർക്കും കുറച്ച് സന്തോഷമുണ്ടാകും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ മുമ്പേ പ്രകടിപ്പിച്ചതുപോലെയുള്ള ചില മാറ്റങ്ങളൊക്കെ നമുക്കും ഉണ്ടാക്കാൻ കഴിയും. പ്രശോഭ സാറ് എൻ്റെ അധ്യാപകനായിരുന്നു. വളരെ എന്നുവെച്ചാൽ ഞാൻ ട്യൂഷൻ പഠിച്ചിരുന്ന കാലത്ത് പാക്കനാർ സാറും പിന്നെ പ്രശോഭ സാറും ഒക്കെ ഉള്ള ഒരു ടീം വളരെ നല്ല നിലയിൽ അധ്യാപനം നടത്തിയിരുന്ന ഒരാൾ എന്ന് മാത്രമല്ല, ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും, ഞാനിപ്പോൾ പരിഷത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പാരിപ്പള്ളിയിൽ അടിത്തറയിട്ടത്, ആദ്യമായിട്ട് പരിഷത്തിൻ്റെ ചില കലാജാഥകളൊക്കെ ഇവിടെ കൊണ്ടുവരികയും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു മാന്യദേഹമാണ് അദ്ദേഹം. ബാബ പാക്കനാർ സാറിനെ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ പുരോഗമന കലാ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കാര്യം ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരാളാണ് പ്രശോഭൻ സാറ്. അദ്ദേഹത്തോട് ഉള്ള വളരെ സ്നേഹവും അദ്ദേഹത്തിനോട് ആദരവും കൂടി പറയാൻ വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ വന്ന ഈ ഇരിക്കുന്നവരെല്ലാവരും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്. എല്ലാവരെയും കുറിച്ച് ഞാൻ ഓരോരുത്തരുടെ പേരായിട്ട് പറയുന്നില്ല. കാരണം
കുറേയേറെ ആൾക്കാർ ഇവിടെയുണ്ട്. അധ്യക്ഷത വഹിച്ച പ്ലാക്കാട് ശ്രീകുമാർ സാറായാലും ശരി, ശ്രീകണ്ഠൻ സാറുണ്ട്, പിന്നെ കോട്ടാത്തിലെ ശ്രീകുമാർ സാർ ഇവിടെ ഉണ്ടായിരുന്നു, ശ്രീ പ്രകാശ് കൊളത്തർ, അദ്ദേഹത്തെ ദീർഘകാലത്തിന് ശേഷം വീണ്ടും ഈ വേദിയിൽ കാണുകയാണ്. എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള രാജു കൃഷ്ണൻ, ശ്രീമതി പ്രണവം ഷീല മധു, ശശിരംപിള്ള സാറ് തുടങ്ങി എല്ലാവർക്കും ഈ ഇവിടെ എത്തി ഈ പിന്നെ ശ്രീ പള്ളിക്കൽ മണികണ്ഠൻ, ശ്രീ തോട്ടം ഭുവനേന്ദ്ര സാറ്, ആരും വിട്ടുപോയിട്ടും ക്ഷമിക്കണം എല്ലാവരും, പിന്നെ ഈ ഇവിടെ പങ്കെടുത്ത കുട്ടികൾ, വളരെ നല്ല നിലയിൽ പരീക്ഷകൾ പാസ്സായി ഇവിടെ വന്ന് സമ്മാനം മേടിച്ച കുട്ടികൾ, കൂടാതെ ഇവിടെ വന്ന് ഇന്നത്തെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും, അവർക്കൊപ്പം വന്നിട്ടുള്ള രക്ഷിതാക്കൾ, ഈ പരിപാടിയിലെത്തിയിട്ടുള്ള മറ്റ് അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും ഞാൻ വളരെ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.